ഹായ് നമസ്കാരം മക്കളെ. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന് ആദ്യം തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറ് വെച്ചു, മസാലയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങി. അപ്പം മസാലയും അതുപോലെ ചോറും അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ലെയറായിട്ട് ബിരിയാണി ദം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പാലട പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പായസം മിക്സ് വെച്ചിട്ട് തട്ടിക്കൂട്ടി പായസമൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണവനും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ബിരിയാണിയൊക്കെ ഞാൻ കൊടുത്തു. അവർക്ക് അടിപൊളി അഭിപ്രായം പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് മാത്രം അങ്ങോട്ട് ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എന്താണോ എന്തോ, നമ്മളൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു രുചി നഷ്ടപ്പെടുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ബിരിയാണി 2-3 സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അശുക്കൂട് വിഷമിച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയാവുകയാണ്. ഞങ്ങളൊരു വിക്രമിൻ്റെ സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകാൻ നേരം റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ടു. വീര ധീര സൂരൻ എന്നായിരുന്നു സിനിമയുടെ പേര്. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പണി കിട്ടി മക്കളെ. ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നു. എങ്ങനെയൊക്കെ പെട്രോൾ അടിച്ച് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്, ഭരണിക്കാവ് അമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവമാണ്, അടിപൊളി ഉത്സവമാണ് കേട്ടോ. അവിടെ എത്രയോ കരക്കാർ ചേർന്നിട്ട് നടത്തുന്ന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു അമ്പലത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ക്ഷേത്രവും പരിസരവും ഒക്കെ. അത് കൂടാതെ നമ്മുടെ ഒരുപാട് ഈ 2-3 കരക്കാർ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ എടുപ്പ് കുതിരയൊക്കെ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളിതാ ആ ബിരിയാണി കഴിക്കുകയാണ്. അച്ചാറും പപ്പടവും ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണ്. രാത്രി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിരിയാണി ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.